നമ്മൾ മിക്കവരും ബിസ്ക്കറ്റുകൾ ഒറ്റ ഇരിപ്പിനങ്ങ് തീർക്കാറുണ്ടല്ലേ. ഇപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ അകത്ത് 10 രൂപയാണെന്ന് കരുതിക്കും, അതിനകത്ത് ഒരു 10 ബിസ്ക്കറ്റ് ഉണ്ടെന്ന് കരുതിക്കും. അതായത് ഒരു ബിസ്ക്കറ്റിന് 1 രൂപയാണ് ശരിക്കും നമുക്ക് വിൽക്കാനായിട്ട് അവർ തരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന് 50 പൈസ പോലും കാണില്ല അത് ഉണ്ടാക്കാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം പോഷകം അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഒട്ടുമില്ല എന്നുള്ളതാണ്. അത് മൊത്തം പഞ്ചസാര. ഈ ഒരു പഞ്ചസാര എത്രമാത്രമാണ് കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുക. കാരണം ഒരു പാക്കറ്റൊക്കെ വളരെ ഈസി ആയിട്ടാണ് കുട്ടി ഒറ്റയടിക്ക് തീർക്കുന്നത്. നമ്മളെ ശരിക്കും മുതിർന്നവർ എത്രയാണ് കഴിക്കേണ്ടതെന്നുള്ളത് ഓരോ പാക്കറ്റ്സിലും എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓറിയോ ബിസ്ക്കറ്റ് എടുക്കുവാണെങ്കിൽ 1, 2 ഒരു ദിവസം 2 അഡൽട്സിന് കഴിക്കാമെന്ന് ആ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു ദിവസത്തെ അതേ കഴിക്കാൻ പാടുള്ളൂ ഓരോ സെർവിങ്സിലും. അപ്പോഴാണ് കുട്ടികൾ ഒറ്റയടിക്ക് ഒരു പാക്കറ്റ് മൊത്തം കഴിക്കുന്നത്. മിക്ക കുട്ടികളിൽ ഇപ്പൊ പ്രമേഹവും ഫാറ്റി ലിവറും വളരെയധികം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. 15 വയസ്സാവുന്ന സമയത്ത് മിക്ക കുട്ടികൾക്കും ഇപ്പം പ്രമേഹമാണ്. ഈയിടയ്ക്ക് ഞാൻ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഏകദേശം 5 കുട്ടികളാണ് എന്നോട് വന്ന് സംസാരിച്ചത്. അവർക്ക് പ്രമേഹമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു പ്രായത്തിലും പ്രമേഹം വരണമെങ്കിൽ എന്തുമാത്രം പഞ്ചസാരയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഒട്ടും ആക്ടിവിറ്റി ഇല്ല. അവർ വീട്ടിൽ പോയതിനു ശേഷം ഒട്ടും കളിക്കുന്നില്ല. അതുപോലെ തന്നെ അവർ കഴിക്കുന്നതെല്ലാം ഇത്തരത്തിലുള്ള പഞ്ചസാര അമിതമായിട്ടുള്ള സാധനങ്ങളാണ്. ഒരു കാരണവശാലും കുട്ടികൾക്കും മറ്റും ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പഞ്ചസാര ഉള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. ലിമിറ്റ് ചെയ്ത് കൊടുക്കുക. 1, 2 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അമിതമായാൽ അത് വളരെയധികം ഡേഞ്ചറസ് ആണ്. നിങ്ങൾ അത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നോർമൽ ഹാബിറ്റായി മാറിയിരിക്കുകയാണ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒക്കെ കുട്ടികൾ